എല്ലാവർക്കും നമസ്കാരം. 2028 ഏറ്റവും മികച്ച മേഖലയെ പറ്റി നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിരുന്നു അല്ലേ? അത് 2 ലക്ഷത്തിനടുത്ത് ആളുകൾ കണ്ടു. വളരെ സന്തോഷം. ഒരുപാട് കമന്റുകൾ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനെപ്പറ്റി വിശദമായിട്ട് പറയാൻ വേണ്ടി നിരവധി പേര് ചോദിച്ചു. അപ്പോൾ ആ മേഖലയിൽ വരുന്ന ഏറ്റവും മികച്ച ഒരു മേഖലയായിട്ടുള്ള അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, പ്രത്യേകിച്ച് അഗ്രികൾച്ചർ മെഷീനറിയുമായി ബന്ധപ്പെട്ട മേഖലയിൽ ഒരുപാട് അവസരങ്ങളുണ്ട് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിനകത്ത് എന്തു പഠിക്കണം, എവിടെ പഠിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങിയതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം അനവധി അവസരങ്ങൾ സ്വന്തമായിട്ടുള്ള ഉയർച്ചയ്ക്ക് അപ്പുറത്തേക്ക് രാജ്യത്തിനും ലോകത്തിനും തന്നെ ആവശ്യമായിട്ടുള്ള ആളുകളെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക. നിങ്ങൾക്ക് താല്പര്യമുണ്ട്, നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ 100% ഒരു തീരുമാനം എടുത്ത് മുമ്പോട്ട് പോകാൻ പറ്റുന്ന മേഖലയാണ് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് 55% ഇപ്പോഴും GDP-യിലേക്ക് സംഭാവന ചെയ്യുന്നത് വേറെ ഏത് മേഖലയല്ല, അഗ്രികൾച്ചർ മേഖലയാണ്. നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തിലടക്കം ഇനിയും ഒരുപാട് ഓട്ടോമേഷൻ, അതേപോലെ മെക്കനൈസേഷൻ നടക്കേണ്ടുന്നതായിട്ടുള്ളൊരു മേഖലയും അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം. കുറേ വർഷങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ചെറിയ രീതിയിൽ മാത്രമാണ് ഇതിനകത്ത് ഓട്ടോമേഷനും അല്ലെങ്കിൽ മെക്കനൈസേഷനും ഒക്കെ നടന്നിരിക്കുന്നത് അല്ലേ? അത് നേരത്തെ ഉണ്ടായിരുന്ന കാളപൂട്ടിൽ നിന്ന് ഇപ്പോൾ ട്രാക്ടർ ആയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും കുറച്ച് രീതിയിൽ ഹാർവസ്റ്റിങ്ങിൻ്റെ സ്ഥലത്തും കുറച്ച് മെഷീനറി വന്നെന്നൊഴിച്ചാൽ ഇനിയും ഒരുപാട് മേഖലകളിൽ ഇതിൻ്റെ ഉപയോഗം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മെഷീനുകളൊക്കെ ഉപയോഗിക്കേണ്ട കാലം എന്നോ അതിക്രമിച്ചു. അങ്ങനെ ഉപയോഗപ്പെടുത്തേണ്ട കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ലോകം മൊത്തം ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ് അല്ലേ? നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിച്ചിരുന്ന രാജ്യങ്ങളെല്ലാം ഇന്ന് യുദ്ധത്തിലാണ്, യുദ്ധഭീതിയിലാണ്. അവരുടെ ആ ഒരു പണ്ടത്തെ പോലെ ഉണ്ടായിരുന്ന ഒരു പ്രൊഡക്ഷൻ ഇപ്പോൾ ഇല്ല. അതിനൊക്കെ തന്നെ മറികടക്കേണ്ട വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ലോകത്തെ തന്നെ ഊട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ചുമതല, ഉത്തരവാദിത്വം നമ്മുടെ രാജ്യത്തിൻ്റെ ചുമലിൽ വന്നിരിക്കുന്ന ഈ സമയത്ത് ഒരുപാട് ആളുകളെ വലിയ അളവിൽ വേണ്ടുന്നതായിട്ടുള്ള മേഖലയാണ് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. കാരണം നമുക്കിവിടെ ഇപ്പോഴത്തെ നിലവിൽ ചെറിയ രീതിയിൽ തന്നെ മെക്കനൈസ് ചെയ്യപ്പെടുകയാണെങ്കിൽ തന്നെ 10 മടങ്ങിന് മുകളിൽ ഇപ്പോഴുള്ള പ്രൊഡക്ഷൻ്റെ കിട്ടുമെന്നുള്ള കാര്യമാണ് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഈ മേഖലയിൽ നമുക്കറിയാം, വിദേശത്തൊക്കെ അല്ലെ ക്രോപ്പിങ്ങുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ സീഡിങ്ങുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ എത്രയോ വലിയ മെഷീനറികൾ ഉപയോഗിക്കുന്നത് കണ്ടു അല്ലേ? അതൊക്കെ നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ രാജ്യത്ത് നമുക്കറിയാം, നമ്മുടെ രാജ്യം വളരെ വലിയ രാജ്യം തന്നെയാണ്. ഇവിടെ വലിയ രീതിയിൽ അഗ്രികൾച്ചറും അതിൻ്റെ കൾട്ടിവേഷനും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടങ്ങളിൽ ഇത്തരത്തിലുള്ള മെഷീനുകൾ എത്തിക്കാൻ വേണ്ടിയിട്ട്, ഇന്നോവേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുപാട് അവസരങ്ങളുണ്ട്. അപ്പോൾ ഒരിക്കലും ഈ മേഖല താഴ്ന്നു പോകത്തില്ല. കാരണം മനുഷ്യനുള്ളിടത്തോളം കാലം ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റില്ല അല്ലേ? അപ്പോൾ ഇത്രയധികം വരുന്ന, പ്രത്യേകിച്ച് അറിയാം, നമുക്ക് നാൾക്ക് നാൾ ഇവിടുത്തെ ജനങ്ങളുടെ പോപ്പുലേഷൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഭക്ഷണം എന്ന് പറയുന്ന സാധനത്തെ നമുക്ക് റീപ്ലേസ്മെൻറ്റ് ഇല്ല, മറ്റ് ടെക്നോളജി ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഈ അവസരത്തിലാണ് നമ്മൾ ഇന്ന് അഗ്രികൾച്ചറിനെ പറ്റി പറയുന്നത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കറിയാം, ഈ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന മേഖല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെയും മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെയും അതേപോലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, EC ഒക്കെ അടക്കമുള്ള ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും കൂടി ഒരു മിക്സ് ആണെന്ന് നമുക്ക് വേണേൽ പറയാം. കാരണം ഇതൊരു ഓൾറൗണ്ട് എഞ്ചിനീയറിംഗ് എന്ന് വേണേൽ ഈ പറയണം. കാരണം അഗ്രികൾച്ചർ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു കാർഷിക വൃത്തി അല്ലേ? അതിൽ ടെക്നോളജിയും കൊണ്ടുവരുന്നതാണ് ഈ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഫ്യൂഷനാണ് അല്ലേ? ഈ പറഞ്ഞ നമ്മുടെ കാർഷിക വൃത്തിയുടെയും ടെക്നോളജിയുടെയും മേഖലയുള്ള ഒരു ഫ്യൂഷനാണ്. ഒരു ഫ്യൂഷൻ എഞ്ചിനീയർ എന്നോ അല്ലെങ്കിൽ ഒരു ഓൾറൗണ്ടർ എഞ്ചിനീയർ എന്ന് പറയാം. കാരണം ഇപ്പോൾ ഈ മേഖലയിൽ വലിയ രീതിയിൽ കമ്പ്യൂട്ടർ സയൻസിൻ്റെ അപ്ലിക്കേഷൻ, പ്രത്യേകിച്ച് AI പോലുള്ള സോഫ്റ്റ്വെയറുകളുടെയൊക്കെ സഹായം ഏറ്റവും വലിയ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന ഒരു സമയമാണ്. കാരണം നമുക്കറിയാം, ഇന്ന് അഗ്രികൾച്ചർ എന്ന് പറയുന്നത് വലിയ രീതിയിൽ മോഡേണൈസ് ചെയ്യപ്പെടുകയാണ്. അതായത് റിമോട്ട് സെൻസിങ് വഴി, സാറ്റലൈറ്റ് വഴി ഈ പറയുന്ന ഫീൽഡുകൾ മാനേജ് ചെയ്യപ്പെടുകയും അവിടെയുള്ള വളം നൽകലും മരുന്നടിക്കലുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഓട്ടോമൈസ് ചെയ്യപ്പെടുകയാണ്. അതേപോലെ ഡ്രോൺ ടെക്നോളജി വളരെ വലിയ രീതിയിൽ ഇപ്പോൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ മരുന്നടിക്കുന്നതും അതേപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഡ്രോൺ എന്ന് പറയുന്ന ഉപകരണം വഴി റിമോട്ടിലി ഇരുന്ന് ഓപ്പറേറ്റ് ചെയ്യുകയാണ്. അതുപോലെ ക്രോപ്പിങ്ങുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലും ടെക്നോളജി വന്നു കഴിഞ്ഞു. ആ ടെക്നോളജി ഉണ്ടാക്കിയെടുക്കാൻ, ഇത്തരത്തിലുള്ള വലിയ മെഷീനറി ഉണ്ടാക്കിയെടുക്കാനൊക്കെ വലിയ അളവിൽ എൻജിനീയേഴ്സിന് ആവശ്യമാണ്. അപ്പം നമ്മുടെ രാജ്യത്ത് ഈ പറയുന്ന കോഴ്സ് പഠിച്ചിറങ്ങുന്നതോ വളരെ തുച്ഛമായിട്ടുള്ള ആളുകൾ മാത്രമാണ്. 5 ലക്ഷത്തിന് മുകളിൽ എൻജിനീയേഴ്സ് ഒരു വർഷം ഇറങ്ങുന്നുണ്ടെങ്കിൽ 1%, 2% ആളുകൾ മാത്രമാണ് അഗ്രികൾച്ചർ പഠിച്ചിറങ്ങുന്നത്. അപ്പോൾ അതിന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതിൻ്റെ ഒരു എത്രമാത്രം ഷോർട്ടേജ് ഉണ്ട് എന്നുള്ളത്. മാത്രമല്ല, ഈ പറയുന്ന കോഴ്സ് എന്നൊരു മാസ്റ്റർ കോഴ്സ് പോലെ ഉപയോഗപ്പെടുത്താം. കാരണം ഗവൺമെൻറ് ജോലികളിലേക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. അത്
സെൻട്രൽ ഗവൺമെൻറ്റിലായിക്കോട്ടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലായിക്കോട്ടെ അനവധി അവസരങ്ങളുണ്ട്. ഇതിനൊക്കെ പുറമെ അധ്യാപനത്തിലും അതേപോലെ തന്നെ പലതരം പ്രൊഡക്ഷൻ കമ്പനിയിൽ അഗ്രികൾച്ചർ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികളുടെ നിരവധി ആവശ്യങ്ങൾ, ഇതൊക്കെ പുറമെ ഇതൊരു 4 വർഷത്തെ പ്രോഗ്രാമാണ്. വിദേശത്തേക്ക് പോകാനും അവിടെ ഏറ്റവും മികച്ച റിസർച്ച് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇങ്ങനെ എല്ലാ മേഖലകളിലും സ്വദേശത്തും വിദേശത്തും അനവധി ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അഗ്രികൾച്ചർ എഞ്ചിനീയർ ആയിട്ടും പ്ലാന്റ് ഫിസിയോളജിസ്റ്റ് ആയിട്ടും സർവേ റിസർച്ച് എഞ്ചിനീയർ ആയിട്ടും അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ കൺട്രോൾ എഞ്ചിനീയർ ആയിട്ട് മൈക്രോ ബയോളജിസ്റ്റ് ആയിട്ട് ഫുഡ് സൂപ്പർവൈസർ ആയിട്ട് അഗ്രികൾച്ചർ ഇൻസ്പെക്ടർ ആയിട്ട് അഗ്രികൾച്ചർ സ്പെഷ്യലിസ്റ്റ് ഫാം ഷോപ്പ് മാനേജർ റിസർച്ച് അഗ്രോണമിസ്റ്റ് സോയിൽ സയൻറ്റിസ്റ്റ് അഗ്രികൾച്ചർ കോപ്പ് എഞ്ചിനീയേഴ്സ് ഒക്കെ തുടങ്ങിയ നിരവധി ജോബ് റോൾസുകളുണ്ട്. അതായത് ഇതിന് ഒരു രംഗം എന്ന് പറഞ്ഞാൽ കാർഷിക വൃത്തി മാത്രമല്ല, ഇതിനെ അസിസ്റ്റ് ചെയ്യുന്ന ഗവൺമെൻറ് മേഖലയിൽ ഇതിൻ്റെ കമ്പനികളുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ അവസരം വരാൻ പോകുന്നത് അഗ്രികൾച്ചർ മെഷീനറിയുമായി ബന്ധപ്പെട്ട മേഖലയിലാണ്. അത് ഗവൺമെൻറ് അടക്കമുള്ള മേഖലയിലുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉപയോഗപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങളിത് പഠിച്ചിറങ്ങണം. അത് ഏറ്റവും മികച്ച സ്ഥലത്ത് തന്നെ പഠിച്ചിറങ്ങണം എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ഘട്ടത്തിൽ തന്നെ. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഗവൺമെൻറ് മേഖലയിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിലും സോയിൽ സർവേ സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ അഗ്രികൾച്ചർ ഫാമേഴ്സ് വെൽഫെയർ കേരള ലാൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കേരള അഗ്രോ ഇൻഡസ്ട്രി കോർപ്പറേഷൻ റീജിയണൽ അഗ്രോ ഇൻഡസ്ട്രിയൽ കോർപ്പറേഷൻ ഇവിടങ്ങളിലൊക്കെ അവസരങ്ങളുണ്ട്. ഇതിനൊക്കെ പുറമെ ICAR എന്ന് പറയുന്ന ഐക്കാറിൻ്റെ റിസർച്ച് സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും അതേപോലെ തന്നെ നിരവധി വലിയ സ്ഥാപനങ്ങൾ IIT NIT പോലുള്ള സ്ഥാപനങ്ങൾ റിസർച്ച് ചെയ്യാനും അതുപോലെ ജോലിക്ക് അടക്കമുള്ള അവസരങ്ങൾ ഈ മേഖലയിലുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഈ അഗ്രികൾച്ചർ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു നിരവധി അനവധി മേഖലകൾ ഇതിനകത്ത് കണക്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇതിനൊക്കെ അവസരമുണ്ട് എന്നുള്ളതാണ്. ചിലതൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൊഡക്ഷൻ ഫെസിലിറ്റി ഫുഡുമായി ബന്ധപ്പെട്ട പ്രൊഡക്ഷൻ ഫെസിലിറ്റി വ്യാപകമായിട്ട് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ ഫുഡ് എഞ്ചിനീയറിംഗിന്റെ സ്ഥലത്ത് അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് പ്രോസസ്സിംഗ് ചെയ്യുന്ന സ്ഥലത്ത് അഗ്രികൾച്ചർ മെഷീനറി ഇക്വിപ്മെന്റ്സ് നേരത്തെ പറഞ്ഞു അതിന്റെ ഡിസൈനും അതിന്റെ മാനുഫാക്ചറിംഗ് ഒക്കെ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിൽ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് യൂസ്ഡ് ഇൻ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻസ് ഇവിടങ്ങളിൽ ആവശ്യമുണ്ട്. വേസ്റ്റ് മാനേജ്മെന്റ് ആനിമൽ വേസ്റ്റ് അഗ്രികൾച്ചർ വേസ്റ്റ് ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള ഫെർട്ടിലൈസറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിന്റെ മെഷീനറികൾ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിൽ അതുപോലെ തന്നെ നിരവധി ടെക്നോളജികൾ ഉപയോഗിച്ച് AIയും GPS മറ്റു കാര്യങ്ങൾ റിമോട്ട് സെൻസിംഗ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള നിരവധി പ്രോസസ് ഡിസൈനിങ്ങിൽ അതേപോലെ തന്നെ ഏറ്റവും മികച്ച അഗ്രികൾച്ചറിൻ്റെ ഏറ്റവും മികച്ച ഒരു ക്രോപ്പ് എടുക്കാൻ പ്രൊഡക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള വിവിധ ടെക്നോളജികൾ ഉണ്ടാക്കുന്നിടത്തൊക്കെ ഈ അഗ്രികൾച്ചർ എഞ്ചിനീയേഴ്സിൻ്റെ സേവനം ആവശ്യമാണ്. അപ്പം നിങ്ങൾക്ക് ഒരു കരിയർ ബിൽഡ് ചെയ്യുക എന്നതിനപ്പുറം നമ്മുടെ രാജ്യത്തിനും ഈ മനുഷ്യരാശിക്കും നിങ്ങൾ ആവശ്യമാണെന്നുള്ള പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഏറ്റവും മികച്ച സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കരിയർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ BTech അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് എന്ന ആ മേഖല തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിലായിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടത്. ഇപ്പോൾ ഞാൻ അത്തരത്തിലൊരു കോളേജ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാണ്. കേരളത്തിലെ നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ സ്ഥാപനമായ അവരുടെ കേരളത്തിലുള്ള ഈ കോളേജിലെ BTech അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് കൊണ്ട് ഏറ്റവും മികച്ച ഫെസിലിറ്റി ഉള്ള ഒരു സ്ഥാപനം കൂടിയാണ് നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ ജവഹർലാൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. തീർച്ചയായിട്ടും ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മികച്ച ഒരു പഠനാന്തരീക്ഷം ലഭിക്കും. കാരണം ഇതിൽ ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് തന്നെ ഇവിടെ അഗ്രികൾച്ചർ മെഷീനറി എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട മേഖലയിൽ നിങ്ങൾക്ക് കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഏറ്റവും മികച്ച റിവാർഡിംഗ് ആയിട്ടുള്ള ഒരു കരിയർ ബിൽഡ് ചെയ്തെടുക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ അഡ്മിഷൻ ലഭിക്കാനായിട്ട് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. സോ ഈ ഒരു കോളേജിൽ പഠിക്കുന്ന വഴി ഏറ്റവും മികച്ച ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഭാവിയുടെ എഞ്ചിനീയറിംഗ് ആണ്. ഒരുപാട് ആളുകളെ ആവശ്യമുള്ള മേഖലയാണ്. ഒരിക്കലും അസ്തമിക്കാത്ത മേഖല കൂടിയാണ് എന്ന് പ്രത്യേകം ഓർമ്മിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. തീർച്ചയായിട്ടും ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. സീ യു.